ശേഷം ഒരു സാമ്പത്തിക കുതിച്ചുചാട്ടത്തിനൊരുങ്ങി കൊച്ചിയിലെ റോയൽ ഫുഡ് കോർട്ട്. റിയൽ എസ്റ്റേറ്റ് നിയമങ്ങൾ പൊളിച്ചെഴുതണമെന്ന് ക്രെഡായ് കേരള. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലാഷ് പത്ര ഏജൻസികൾക്ക് സഹായം. കോവിഡും ലോക്ഡൌണും സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതത്തിൽ ആഗോളതലത്തിലിടിഞ്ഞ് സ്വർണ്ണ വിപണി. കൗമുദി ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. തനിനാടൻ വിഭവങ്ങൾ വിളമ്പി ജനഹൃദയങ്ങളിൽ കീഴടക്കിയ കൊച്ചി റോയൽ ഫുഡ് കോർട്ട് ലോക്ഡൌണിനു ശേഷം ഒരു കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ്. താഴെത്തട്ടിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ വളർന്ന റോയൽ ഫുഡ് കോർട്ടിന്റെ ഉടമ റഫീഖിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തനിനാടൻ വിഭവങ്ങൾ വിളമ്പി ജനഹൃദയങ്ങളിൽ ചേക്കേറിയ കൊച്ചിയിലെ പ്രധാന സ്ഥാപനമായ റോയൽ ഫുഡ് കോർട്ട് ലോക്ഡൌണിനു ശേഷം വീണ്ടും ജനങ്ങൾക്കായി ഒരുങ്ങുകയാണ്. ലോക്ഡൌണിൽ തളരാതെ പഴയ പെരുമ കൈവിടാതെയുള്ള ശ്രമങ്ങളിലാണ് റോയൽ ഫുഡ് കോർട്ട്. ഫുഡ് കോർട്ടിന്റെ ഉടമ റഫീഖ് സ്ഥാപനം പോലെ തന്നെ ഏവർക്കും സുപരിചിതനാണ്. താഴെത്തട്ടിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെയാണ് അദ്ദേഹം ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. ഉമ്മ നൽകിയ മുത്തുമാലയും കുപ്പിവളയും വിറ്റ് നേടിയ ചെറുതുട്ടിൽ നിന്നാണ് റഫീഖിന്റെ തുടക്കം. ആലുവയിലെ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഒറ്റമുറി കട വാടകയ്ക്കെടുത്ത് കച്ചവടം തുടങ്ങിയത്. പിന്നീട് ഇവിടെ സ്റ്റേഷനറി സാധനങ്ങളോടൊപ്പം 4 മണി പലഹാരങ്ങൾ സ്ഥാനം പിടിച്ചു. സ്റ്റേഷനറി സാധനങ്ങളെക്കാളേറെ പലഹാരങ്ങൾ വിറ്റുപോയപ്പോൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങി വിറ്റു തുടങ്ങി. ഇതൊരു തുടക്കമായിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച തുകയെല്ലാം സ്വരുക്കൂട്ടിവെച്ച് റഫീഖ് തന്റെ ആദ്യത്തെ കടയ്ക്കുള്ള മൂലധനം കണ്ടെത്തി. ഇന്ന് 30 സ്വന്തം കടകളിലേക്കും 11 ഫ്രാഞ്ചൈസികളിലുമായി 800ഓളം ജീവനക്കാർക്ക് ജോലി നൽകുന്ന വൻ ശൃംഖലയുടെ തലവനാണ് റഫീഖ്. ബേക്കറി തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചല്ല. ഞാനൊരു ബേക്കറിക്കാരനെ ആലുവയിലെ ജനങ്ങളെ ബേക്കറിക്കാരനാക്കി മാറ്റിയതാണ്. ഞാൻ തുടങ്ങിയത് വളയും മാലയൊക്കെ വെക്കുന്ന ഒരു കച്ചവടമാണ്. ഞാൻ എൻ്റെ പാപ്പാടെ അടുത്ത് പഠിച്ചതും അതാണ്. പക്ഷേ ആ ബിസിനസ് ഫ്ലോപ്പായി. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ബേക്കറി ബിസിനസ്സിനാണ് ഹോപ്പ് എന്ന് എൻ്റെ ഫാദറിൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് ഞാനത് ബേക്കറിയിലേക്ക് മാറ്റിയത്. അതിനുശേഷമാണ് എൻ്റെ വളർച്ച ഉണ്ടായത്. ബിസിനസ്സിൽ വെന്നിക്കൊടി പായിക്കുമ്പോഴും സിനിമയോടും സാഹിത്യത്തോടും റഫീഖിന് ആത്മബന്ധം. നല്ലൊരു നടനാവണമെന്നാണ് ആഗ്രഹം. നാടകത്തിലും സിനിമയിലും പരാജയമറിയാതെ ഒരു കൈ നോക്കിയിട്ടുണ്ട് റഫീഖ്. ഇപ്പോൾ ആദ്യ കവിതാ സമാഹാരത്തിന്റെ പണിപ്പുരയിലാണ് റഫീഖ്. ഇതിനിടെ 3 സിനിമകളുടെ ഭാഗമായി ജലം, കാപ്പിരിത്തുരുത്ത് എന്നീ സിനിമകളിൽ ചെറിയ വേഷം ചെയ്തിരുന്ന റഫീഖ് ഇപ്പോൾ ജയസൂര്യ നായകനായി അഭിനയിക്കുന്ന വെള്ളം എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത്. ഒരുപാട് നാടകങ്ങളിൽ അഭിനയിച്ചു. ആ അഭിനയമോഹം പണ്ടേ ഉണ്ടായിരുന്നു. 2 സിനിമയിൽ മുഖം, ഈ അടുത്ത കാലത്ത് 2 സിനിമയിൽ മുഖം കാണിക്കാൻ കഴിയും. ഞാനിപ്പം ജയസൂര്യ നായകനായിട്ട് അഭിനയിക്കുന്ന പെജേഴ്സൺ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ വെള്ളം എന്ന സിനിമയിൽ ഞങ്ങൾ ചെറിയൊരു കഥാപാത്രം, ജയസൂര്യയുടെ അമ്മാവനായിട്ട് ഒരു ചെറിയ കഥാപാത്രം അഭിനയിക്കുന്നുണ്ട്. റിലീസാണ്, സമയം കഴിഞ്ഞു. ലോക്ഡൌണിന് മുമ്പുണ്ടായിരുന്ന 30 കടകളുടെയും ഫ്രാഞ്ചൈസികളുടെയും എണ്ണം ഭാവിയിൽ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ലോക്ഡൌൺ റഫീഖിനെയും സ്ഥാപനങ്ങളെയും തളർത്തിയിട്ടില്ല. നിയന്ത്രണങ്ങളിൽ പൂർണ്ണമായും ഇളവ് ലഭിക്കുന്നതിനനുസരിച്ച് ബിസിനസ് വ്യാപിപ്പിക്കാനൊരുങ്ങിയാണ് റോയൽ ഫുഡ് കോർട്ട്. റിയൽ എസ്റ്റേറ്റ് നിയമങ്ങൾ സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുസൃതമാവണമെന്നും റിയൽ എസ്റ്റേറ്റ് നിയമങ്ങൾ പൊളിച്ചെഴുതണമെന്നും ക്രെഡായ് കേരള ആവശ്യപ്പെട്ടു. കേരളത്തിലെ നിർമ്മാതാക്കളെ 2 വർഷത്തേക്കെങ്കിലും നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന് ക്രെഡായ് കേരള ചെയർമാൻ കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. റിയൽ എസ്റ്റേറ്റ് നിയമങ്ങൾ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾക്ക് അനുസൃതമാവണമെന്നും കേരളത്തിലെ റെറ നിയമം പൊളിച്ചെഴുതണമെന്നും ക്രെഡായ് കേരള ആവശ്യപ്പെട്ടു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ നിർമ്മാതാക്കളെ 2 വർഷത്തേക്ക് റെറ നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ചെയർമാൻ കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഏറ്റവും അധികം നിക്ഷേപം നടത്തുന്ന പ്രവാസികൾ കടുത്ത ആശങ്കയിലായതിനാൽ നിലവിൽ റെറ നിയമങ്ങൾ നടപ്പാക്കുന്നത് പ്രായോഗികമല്ല. തൊഴിൽ നഷ്ടഭീതിയും റിയൽ എസ്റ്റേറ്റ് രംഗത്തുണ്ട്. നിർമ്മാണ സാമഗ്രികൾ പലതും ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. അതേസമയം രജിസ്ട്രേഷൻ ഉൾപ്പെടെ കാര്യങ്ങളിൽ ക്രെഡായ് പൂർണ്ണ പിന്തുണ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലാഷ് പത്ര ഏജൻസികൾക്ക് പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു. കേരള കൗമുദി ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡയറക്ടർ ശൈലജ രവിയാണ് കിറ്റുകൾ കൈമാറിയത്. ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തത്. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് കേരള കൗമുദി ഫ്ലാഷ് ഏജൻസികൾക്ക് പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തത്. തിരുവനന്തപുരത്തെ കേരള കൗമുദി ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കേരള കൗമുദി ഡയറക്ടർ ശൈലജ രവി കിറ്റുകൾ വിതരണം ചെയ്തു.
ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കേരള ഹെഡ് ലിജു എസ്തപ്പാൻ, തിരുവനന്തപുരം ഹെഡ് എബിൻ തോമസ്, കോഴിക്കോട് ഹെഡ് സജിത് കുമാർ, കേരള കൗമുദി തിരുവനന്തപുരം യൂണിറ്റ് ചീഫ് അജിത് കുമാർ, ഫ്ലാഷ് കോർഡിനേറ്റർ കിരൺ രാധാരാമൻ, ജനറൽ മാനേജർ മാർക്കറ്റിംഗ് സുധീർ കുമാർ, ഫ്ലാഷ് ആൻഡ് പീരിയോഡിക്കൽസ് കോർപ്പറേറ്റ് സർക്കുലേഷൻ മാനേജർ മനീഷ് കൃഷ്ണ, തിരുവനന്തപുരം ഫ്ലാഷ് സർക്കുലേഷൻ മാനേജർ SV പ്രവീൺ എന്നിവർ പങ്കെടുത്തു. കോവിഡും ലോക്ഡൌണും സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതത്താൽ 2020 ജനുവരി മാർച്ച് പാദത്തിൽ സ്വർണ്ണാഭരണങ്ങളുടെ ഡിമാൻഡിൽ 36% ഇടിവ് രേഖപ്പെടുത്തി. കോവിഡും ലോക്ഡൌണും സൃഷ്ടിച്ച സമ്പദ് ആഘാതത്താൽ 2020 ജനുവരി മാർച്ച് പാദത്തിൽ ആഗോളതലത്തിൽ സ്വർണ്ണാഭരണങ്ങളുടെ ഡിമാൻഡ് 39% ഇടിഞ്ഞെന്ന് വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ റിപ്പോർട്ട്. സ്വർണ്ണവില കാഴ്ചവെച്ച റെക്കോർഡ് വില കുതിപ്പും തിരിച്ചടിയായി. 2019 ജനുവരി മാർച്ചിൽ ആഗോളതലത്തിൽ 533.4 ടണ്ണിന്റെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റഴിഞ്ഞിരുന്നു. കഴിഞ്ഞ പാദത്തിൽ അത് 325.8 ടണ്ണായി താഴ്ന്നു. ഇന്ത്യയിലെ ഡിമാൻഡ് താഴ്ന്നത് 125.4 ടണ്ണിൽ നിന്ന് 73.9 ടണ്ണിലേക്കാണ്. 41% ഇടിവ്. ഉപഭോഗത്തിൽ ഇന്ത്യയോട് കിടപിടിക്കുന്ന ചൈനയിലെ ഡിമാൻഡ് 65% കുറഞ്ഞ് 64 ടണ്ണിലൊതുങ്ങി. മുൻവർഷത്തെ സമാന പാദത്തിൽ 153.6 ടണ്ണിന്റെ സ്വർണ്ണാഭരണങ്ങൾ ചൈനക്കാർ വാങ്ങിയിരുന്നു. ആഭരണങ്ങളുടെ വിൽപ്പന മൂല്യത്തിൽ കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യ കുറിച്ചത് 27% ഇടിവാണ്. 27,230 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ജനുവരി മാർച്ചിൽ വിറ്റഴിഞ്ഞു. 2019 ജനുവരി മാർച്ചിൽ വിൽപ്പന 37,070 കോടി രൂപയുടേതായിരുന്നു. ഗോൾഡ് ETF നിക്ഷേപത്തിന് പ്രിയം. സ്വർണ്ണാഭരണങ്ങൾക്ക് ഡിമാൻഡ് കുറഞ്ഞെങ്കിലും ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലേക്ക് ഇക്കഴിഞ്ഞ ജനുവരി മാർച്ചിൽ നിക്ഷേപം കുതിച്ചൊഴുകി. ഓഹരി കടപ്പത്ര ക്രൂഡ് ഓയിൽ വിപണികൾ തളർന്നപ്പോൾ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിലാണ് നിക്ഷേപകർ ETF-നെ ആശ്രയിച്ചത്. ഗോൾഡ് ETF-ലെ മൊത്തം നിക്ഷേപം ജനുവരി മാർച്ചിൽ പുതിയ ഉയരമായ 3,185 ടണ്ണിലെത്തി. 298 ടണ്ണിന്റെ വർധന കഴിഞ്ഞ പാദത്തിലുണ്ടായി. ഇന്ത്യയിൽ സ്വർണത്തിന്റെ മൊത്ത ഡിമാൻഡ് ജനുവരി മാർച്ചിൽ 39% കുറഞ്ഞ് 101.9 ടണ്ണിലെത്തി. സ്വർണ്ണാഭരണങ്ങളുടെ ഡിമാൻഡ് 125.4 ടണ്ണിൽ നിന്ന് 41% ഇടിഞ്ഞ് 73.9 ടണ്ണായി. കോവിഡ് കാല സഹായമായി കാലിത്തീറ്റകൾക്ക് മിൽമ വില കുറച്ചു. പൊതു ഷട്ട്ഡൌണായ ഞായറാഴ്ചയെ മിൽമ പാൽ സേവനമുണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോവിഡ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്ഷീര കർഷകർക്ക് ആശ്വാസമായി മിൽമയും കർഷകർക്ക് നൽകുന്ന കാലിത്തീറ്റയ്ക്ക് ചാക്കൊന്നിന് 40 രൂപ വീതം മിൽമ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അനുവദിച്ചു. കോവിഡ് ബാധ മൂലം കഷ്ടപ്പെടുന്ന കർഷകർക്ക് ഒരു കൈത്താങ്ങായാണ് ഈ സഹായം. മിൽമ വിറ്റ് വിതരണം ചെയ്യുന്ന എല്ലാത്തരം കാലിത്തീറ്റകൾക്കുമാണ് 50 കിലോ ചാക്കൊന്നിന് 40 രൂപ വീതം സ്പെഷ്യൽ ഡിസ്കൗണ്ട്. മിൽമ ചെയർമാൻ PA ബാലൻ മാസ്റ്റർ അറിയിച്ചതാണ് ഈ കാര്യം. തിങ്കളാഴ്ച മുതൽ ഈ ആനുകൂല്യം പ്രാബല്യത്തിൽ വന്നു. ഇതോടൊപ്പം പൊതു ഷട്ട്ഡൌൺ ആയി പ്രഖ്യാപിച്ച ഞായറാഴ്ചകളിലും പാൽ വിതരണം മുടങ്ങില്ലെന്നും മിൽമ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ മിൽമയുടെ പാൽ സംഭരണവും വിതരണവും പതിവ് പോലെ ഉണ്ടാകുമെന്നും ചെയർമാൻ PA ബാലൻ മാസ്റ്റർ അറിയിച്ചു. റംസാൻ പുണ്യകാലത്ത് ഇന്ത്യയിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് ഏലക്ക കയറ്റുമതി പുനരാരംഭിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങളെല്ലാം ഉറപ്പാക്കിയാണ് കയറ്റുമതി നടപ്പാക്കുന്നത്. 50% വിഹിതവുമായി സൗദി അറേബ്യ ഉൾപ്പെടുന്ന ഗൾഫ് മേഖലയാണ് ഇന്ത്യൻ ഏലക്കയുടെ പ്രധാന വിപണി. റംസാന്റെ പുണ്യകാലത്ത് ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്കുള്ള ഏലക്ക കയറ്റുമതി പുനരാരംഭിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങളെല്ലാം ഉറപ്പാക്കിയാണ് കയറ്റുമതി. 50% വിഹിതവുമായി സൗദി അറേബ്യ ഉൾപ്പെടുന്ന ഗൾഫ് മേഖലയാണ് ഇന്ത്യൻ ഏലക്കായുടെ പ്രധാന വിപണി. റംസാൻ കാലത്ത് ഇന്ത്യൻ ഏലയ്ക്ക് സൗദിയിൽ നല്ല ഡിമാൻഡാണ്. നേരത്തെ സൗദി നടപ്പാക്കിയ കർശന പരിശോധനാ നടപടികൾ ഏലക്ക കയറ്റുമതിക്ക് തടസ്സമായിരുന്നു. തുടർന്ന് സ്പൈസസ് ബോർഡ് സെക്രട്ടറി D സത്യൻ ഉൾപ്പെടുന്ന ഉന്നതതല സംഘം റിയാദ് സന്ദർശിച്ച് നടത്തിയ ചർച്ചകളിലൂടെയാണ് തടസ്സങ്ങൾ നീക്കിയത്. സൗദിയിലേക്കുള്ള ഏലം സ്പൈസസ് ബോർഡിന്റെ കൊച്ചി, മുംബൈ എന്നിവിടങ്ങളിലെ ഗുണനിലവാര പരിശോധനാ ലാബുകളിൽ പരിശോധിക്കും. കയറ്റുമതിയിലുണ്ടാകുന്ന തടസ്സങ്ങളും സമയനഷ്ടവും പരിഹരിക്കാൻ ഇത് സഹായിക്കും. കോവിഡും ലോക്ഡൌണും മൂലം കുറഞ്ഞ ഏലക്ക വിലയെ വീണ്ടും ഉയർത്താൻ റംസാൻ കയറ്റുമതി സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് D സത്യൻ പറഞ്ഞു.